Hi friends, welcome back to Candela Study Circle. So, we will session discuss Indian Air Force Agniveer Vayu question paper set 6 Group X mathematics questions. So, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് സ്റ്റഡിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എയർഫോഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. സോ എന്തൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം cos raised to 4x minus sin raised to 4x is equal to ഓപ്ഷൻ എ sin 2x, ഓപ്ഷൻ ബി cos 2x, ഓപ്ഷൻ സി cos square x, ഓപ്ഷൻ ഡി sin square x. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് cos raised to 4x minus sin raised to 4x എന്നുള്ളതാണ്. അത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമിലാണ് ഇതുള്ളത്. ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതിൽ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് സ്ക്വയർ എക്സും ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ സ്ക്വയർ എക്സും ആണ്. സോ ഇതിൻ്റെ എക്സ്പാൻഷൻ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. അപ്പോൾ ഇതിങ്ങനെ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ എ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ എക്സ് ആണ്. സോ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ ഇവിടെ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് 2x ആണ് ഇൻറ്റു ഇവിടെ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ആൻസർ എന്ത് വരും? കോസ് 2x. സോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, കോസ് 2x. അടുത്ത ചോദ്യം ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 3x. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 3xൻ്റെ ഡൊമൈൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ -1 1, ഓപ്ഷൻ ബി -2 1/2, ഓപ്ഷൻ സി -1/3 1/3, ഓപ്ഷൻ ഡി 0 1/3. അപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ് ടു ബ്രാക്കറ്റ് ഓഫ് -1 1 എന്നാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സൈൻ ഇൻവേഴ്സ് 3xൻ്റെ ഡൊമൈനാണ് ചോദിച്ചിട്ടുള്ളത്. സോ സൈൻ ഇൻവേഴ്സ് 3xൻ്റെ ഡൊമൈൻ നമുക്ക് കാണണം. സോ ഇവിടെ -1 ≤ 3x ≤ 1 എന്ന് വരും. അപ്പോൾ ഇത് എക്സിൻ്റെ ഫോമിലേക്ക് നമുക്ക് മാറ്റി എഴുതുകയാണെങ്കിൽ -1/3 ≤ x ≤ 1/3. സോ സൈൻ ഇൻവേഴ്സ് 3xൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1/3 1/3 ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, -1/3 1/3. അടുത്ത ചോദ്യം ദ റേഞ്ച് ഓഫ് ദ ഡാറ്റ 21 23 15 13 8 14 11 9. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഈ തന്നിരിക്കുന്ന ഡാറ്റയുടെ റേഞ്ച് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 16, ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 13. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം വാല്യൂ ഒന്ന്, അതിൽ ചെറിയ വാല്യൂ കുറച്ച് നമുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ റേഞ്ച്. അപ്പോൾ ഇവിടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 23 ആണ്. ഇതിലെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 23 - 8 എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പോൾ ഈ ഒരു ഡാറ്റയുടെ റേഞ്ച് ഓപ്ഷൻ ബി 15 ആണ്. അടുത്ത ചോദ്യം ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ്സ് y is equal to x²/2. The line x is equal to 2 and x is equal to 0 and the x axis. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എക്സ് ആക്സിലുള്ള ഈ ഒരു ഏരിയ ഓഫ് ദ റീജിയൻ ആണ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സോ അവിടെ ഇക്വേഷൻ നൽകിയിട്ടുണ്ട് y is equal to x²/2 എന്നാണ്. ഓപ്ഷൻ എ 8/3 സ്ക്വയർ യൂണിറ്റ്, ഓപ്ഷൻ ബി 1/3 സ്ക്വയർ യൂണിറ്റ്, ഓപ്ഷൻ സി 2/3 സ്ക്വയർ യൂണിറ്റ്സ്, ഓപ്ഷൻ ഡി 4/3 സ്ക്വയർ യൂണിറ്റ്സ്. അപ്പോൾ നമുക്ക് ഇതിലെ ഏരിയ കാണുന്നത് ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ചാണ്. സോ ഏരിയ എ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b y dx ആണ്. അപ്പോൾ y എന്നുള്ളത് x²/2 ആണ്. സോ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ 0 to 2 x²/2 dx. സോ ഇതിൽ 1/2 കോൺസ്റ്റൻ്റ് ആണ്. സോ 1/2 ഇൻ്റഗ്രൽ 0 to 2 x² dx. സോ ഇൻ്റഗ്രൽ x² dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x�3/3 ആണ്. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു x�3/3. അപ്പോൾ ഇവിടെ 2 × 3 എന്ന് പറഞ്ഞാൽ
6 ആണ്, ദാറ്റ് ഈസ് എക്സ് ക്യൂബ് ബൈ 6. അപ്പോൾ ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണ്, ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പർ ലിമിറ്റ് 2 ആണ്. സോ അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ 2⁻³ ഡിവൈഡ് ബൈ 6, ദാറ്റ് ഈസ് 8/6. അപ്പം 8/6 എന്ന ആൻസറിലല്ല അതിലുള്ളത്, ഇതിൻ്റെ ഒന്നുകൂടി ഷോർട്ടാക്കിയ ഫോമാണ്, ദാറ്റ് ഈസ് 4/3 എന്ന് ഓപ്ഷനിലുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, 4/3 സ്ക്വയർ യൂണിറ്റ്സ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y = x dy/dx പ്ലസ് dy/dx ഹോൾ സ്ക്വയർ? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ ഡിഗ്രി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 0, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 2. അപ്പോൾ നമുക്ക് ഈ നൽകിയിരിക്കുന്ന ഇക്വേഷനിൽ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒക്കെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്, രണ്ടും ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. അപ്പം ഇതിൽ ഏതിൻ്റെ പവറാണോ കൂടുതൽ അതായിരിക്കും അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആയതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ പവറാണ് കൂടുതൽ, 2 ആണ് ഇതിൻ്റെ പവർ. സോ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്, ഈ ഒരു ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആയിരിക്കും. സോ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, 2. അടുത്ത ചോദ്യം, ദ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് y = m1x + c1 ആൻഡ് y = m2x + c2 ഈസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 2 ലൈൻസ് നമുക്കൊന്ന് നൽകിയിട്ടുണ്ട്, y = m1x + c1ഉം അടുത്ത ലൈന് y = m2x + c2. അപ്പം ഈ 2 ലൈനുകൾക്കിടയിലുള്ള ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ tan 1 m1 - m2 ഡിവൈഡ് ബൈ 1 - m1 × m2. ഓപ്ഷൻ ബി ± tan 1 m1 - m2 ഡിവൈഡ് ബൈ 1 + m1 × m2. ഓപ്ഷൻ സി ± tan 1 m1 + m2 ഡിവൈഡ് ബൈ 1 + m1 × m2. ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പം ഇത്തരത്തിൽ 2 ലൈനുകൾ തന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ കാണാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാനുള്ള ഇക്വേഷൻ ഓപ്ഷൻ ബി ആണ്, tan 1 m1 ± tan 1 m1 - m2 ഡിവൈഡ് ബൈ 1 + m1 × m2. അടുത്ത ചോദ്യം, എ ഡൈ ഈസ് ടോസ്ഡ് ട്വൈസ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സം ഓഫ് 5? ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഒരു ഡൈ 2 പ്രാവശ്യം ടോസ് ചെയ്തു, അങ്ങനെയെങ്കിൽ സം 5 കിട്ടാനുള്ള ചാൻസസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1/6, ഓപ്ഷൻ ബി 1/7, ഓപ്ഷൻ സി 1/8, ഓപ്ഷൻ ഡി 1/9. അപ്പം ഒരു ഡൈ 2 പ്രാവശ്യം ടോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാൻസസ് എന്ന് പറയുന്നത് 36 ആണ്, ദാറ്റ് ഈസ് 6 × 6 36 ആണ് ടോട്ടൽ ചാൻസ്. അതിൽ സം 5 കിട്ടാൻ എത്ര ചാൻസ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 പ്രാവശ്യം നമ്മൾ ടോസ് ചെയ്യുന്ന 1 2 3 4 5 6, ഇവിടെയും 1 2 3 4 5 6. ഇതിൽ സം 5 കിട്ടാനുള്ള ചാൻസസ് ഒന്ന് 1ഉം 4ഉം, ദെൻ 2ഉം 3ഉം, ദെൻ 3ഉം 2ഉം, ദെൻ 4ഉം 1ഉം. സോ ടോട്ടൽ ചാൻസസ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പം ഇവിടെ 4 ഡിവൈഡ് ബൈ 36 ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് 36നെ 4 കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ 1/9. അപ്പോൾ 1/9 ചാൻസസ് ആണ് ഉള്ളത്. സോ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, 1/9. അടുത്ത ചോദ്യം, ദ വാല്യൂ ഓഫ് i⁻n + i⁻n + 1 + i⁻n + 2 + i⁻n + 3 where i is equal to √-1 is. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് i⁻n + i⁻n + 1 + i⁻n + 2 + i⁻n + 3യുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇഫ് i is equal to √-1 എന്നാണെങ്കിൽ ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി -1, ഓപ്ഷൻ സി 0, ഓപ്ഷൻ ഡി i. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് i is equal to √-1 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇതിൽ i² എന്ന് പറയുമ്പോൾ -1 ആണ്, ദെൻ i³ എന്ന് പറയുന്നത് -1 × √-1, ദാറ്റ് ഈസ് i² × i ആണല്ലോ i³. സോ ഇവിടെ -i എന്നുള്ളത് i ആണ്. സോ 1 × i എന്ന് വരും, ദാറ്റ് ഈസ് -i ആണ് i³ വാല്യൂ. സോ ഈ ഒരു ഇക്വേഷനിലേക്ക് ഇനി ഈ വാല്യൂ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇതിവിടെ ചെയ്തിട്ടുള്ളത്. സോ ഇനി നമ്മളിത് സോൾവ് ചെയ്യാൻ പോവുകയാണ്. സോ ഈ ഒരു ഇക്വേഷനിൽ i⁻n നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. i⁻n പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ 1 + i⁻1 +
ഐ റേസ് ടു 2 പ്ലസ് ഐ റേസ് ടു 3. അപ്പോൾ ഇവിടെ ഐ റേസ് ടു n 1 പ്ലസ് ഐ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐ n ആണ്. ഇവിടെ ഐ സ്ക്വയറിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് -1 ആണ്. ദെൻ ഐ ക്യൂബിൻ്റെ വാല്യൂ -i ആണ്. ഇപ്പോൾ ഇവിടെ ഒരു +1 ഉണ്ട്, -1 ക്യാൻസലായി. ഇവിടെ പ്ലസ് ഐ ഉണ്ട്, -i ഉണ്ട്, ക്യാൻസലായി. സോ ഇവിടെ ഐ റേസ് ടു n ഇൻറ്റു 0 വരും, ദാറ്റ് ഈസ് 0. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, 0. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഡിറ്റർമിനൻറ്റ് ഓഫ് ദ മെട്രിക്സ്. അപ്പോൾ ഈ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. സാധാരണ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് എക്സ് എക്സാമുകളിൽ മാത്തമാറ്റിക്സിൽ എന്തായാലും ഒരു ഡിറ്റർമിനൻറ്റ് കാണിക്കാൻ ചോദ്യം ചോദിക്കാറുണ്ട്. സോ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. നൽകിയിരിക്കുന്ന ഓപ്ഷൻ എ ബി സി, ഓപ്ഷൻ ബി XYZ, ഓപ്ഷൻ സി 0, ഓപ്ഷൻ ഡി AX + BY + Z. അപ്പം ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണണം. സോ നമുക്ക് ആ ഡിറ്റർമിനൻറ്റ് കാണുന്ന രീതി നിങ്ങൾ ഓൾറെഡി +2 പഠിച്ചിട്ടുണ്ടാകും. സോ നമുക്കിതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുകയാണ്. സോ ഡിറ്റർമിനൻറ്റ് ഇവിടെ എക്സ് ഇൻറ്റു ഈ ഒരു മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ എടുക്കേണ്ടത്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ ബി ഇൻറ്റു Z + C മൈനസ് സി ഇൻറ്റു Y + B. ഇവിടെ ഫസ്റ്റ് മൈനസ് ആണ് വരുന്നത്. ദെൻ Y ഇൻറ്റു, ഇനി Y എടുക്കുന്ന സമയത്ത് ഈ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. ദാറ്റ് ഈസ് എ ഇൻറ്റു Z + C മൈനസ് സി ഇൻറ്റു X + A. ഇനി പ്ലസ് ആണ് വരുന്നത്. നെക്സ്റ്റ് ഇവിടെ Z എടുക്കുന്ന സമയത്ത് ഈ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരും. ദാറ്റ് ഈസ് Z ഇൻറ്റു ഇവിടെ വരുന്നത് എ ഇൻറ്റു Y + B മൈനസ് ബി ഇൻറ്റു X + A. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുന്നത്. സോ ഇവിടെ ബ്രാക്കറ്റിൽ നിന്ന് പുറത്തെടുക്കണം. എക്സ് ഇൻറ്റു ഇവിടെ BZ + BC മൈനസ് ഇവിടെ CY മൈനസ് ഇവിടെ -C ആയതുകൊണ്ട് -CB. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇവിടെ മൈനസ് Y ഓഫ് ഇവിടെ AZ + AC, then minus CX minus CA, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. then plus Z ഇൻറ്റു ഇവിടെ AY + AB minus BX minus BA. സോ ഇത് നമുക്ക് വീണ്ടും സോൾവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഉള്ളിൽ കട്ട് ചെയ്ത് പോകുന്ന ടേം ഉണ്ടെങ്കിൽ നമുക്കിവിടെ കട്ട് ചെയ്യാം. ഇവിടെ ഒരു +BC ഉണ്ട്, ഇവിടെ ഒരു -CB ഉണ്ട്, കട്ട് ചെയ്യാം. ഇവിടെ AZും ACയും ഇവിടെ ഒരു -CXും CI ഉണ്ട്. സോ ഇവിടെ +AC-യും ഇവിടെ ഒരു -CI ഉണ്ട്, കട്ട് ചെയ്യാം. ഇവിടെ BA ഉണ്ട്, ഒരു AB ഉണ്ട്. സോ ഇനി ഇവിടെ ബാക്കി ഉണ്ടാവുന്നത് ബാക്കി ഡയറക്റ്റ് നമുക്ക് ഗുണിക്കാം. സോ XBZ ഇവിടെ X ഇൻറ്റു -CY ആണ്. സോ -XCY. ഇനി ഇവിടെ ബ്രാക്കറ്റിൽ മൈനസ് ഓഫ് Y ഇൻറ്റു AZ ആണ്, -YAZ. നെക്സ്റ്റ് ഇവിടെ -Y ഇൻറ്റു -CX ആണ്, ദാറ്റ് ഈസ് +YCX. ദെൻ ഇവിടെ +ZAY -ZBX എന്ന് വരും. ഇനി ഇതിൽ കട്ട് ചെയ്ത് പോകുന്ന ടേംസ് ഇവിടെ XBZ. ഇപ്പോൾ ഇവിടെ XBZ ഇവിടെ ഒരു പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, ഇവിടെ കട്ട് ചെയ്തു. നെക്സ്റ്റ് -XCY. ഇപ്പോൾ ഇവിടെ +YCX ഉണ്ട്, ഇതും കട്ട് ചെയ്തു. നെക്സ്റ്റ് -YAZ ഉണ്ട്, ഇവിടെ +ZAY ഉണ്ട്. സോ ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കും. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നമ്മൾ ഡിറ്റർമിനൻറ്റ് കാണുന്ന രീതി ഓർത്താൽ മതി. ജസ്റ്റ് എക്സ് എടുക്കുക, ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ബിയും ഇങ്ങോട്ടുള്ള ടേം ആയിരിക്കും, ദെൻ സിയും ഈ ടേം ആയിരിക്കും. വൈ എടുക്കുന്ന സമയത്ത് ഇതും ആയിരിക്കും, സെഡ് എടുക്കുന്ന സമയത്ത് ഇതും ആയിരിക്കും. അവിടുത്തെ സൈൻ എടുക്കുന്ന കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ മതി. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. സോ ഫ്രണ്ട്സ്, നമ്മൾ മാത്തമാറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇതിലെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.